LKG പഠിക്കുന്ന കുട്ടിയാണ്, ആൺകുട്ടിയാണ്, എഴുതാൻ നല്ല മടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ചെയ്യാൻ പറ്റുക? ഈ കുട്ടികൾക്ക് എഴുതാനുള്ള മടിയാണെന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ എന്താണ് ആ കുട്ടിക്ക് എഴുതാനുള്ള മടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം, അല്ലെ? അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുട്ടി ഒരുപക്ഷെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. റൈറ്റിങ്ങിലോട്ടൊക്കെ വരുന്ന സമയത്ത് കുട്ടിക്ക് വല്ലാതെ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. അത് നമ്മൾ അറിയണം. അവരുടെ മസിൽസിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. അവർക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് അറിയണം. അത് കുട്ടി ADHD പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും അവസ്ഥകളിലുള്ള ഒരു കുട്ടിയാണെന്ന് അറിയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുകൂടാതെ കുട്ടിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ട് വേണം നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒറ്റ വാക്കിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് എഴുതാൻ മടിയെന്ന്. ഒരു പക്ഷേ ആ മടിയായിരിക്കില്ല, അവർ വേറെ ഏതോ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സ്ട്രഗിൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം LKG UKG എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള മടി, വായിക്കാനുള്ള മടി, എഴുതാനുള്ള മടി, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നതാണ്. പക്ഷേ നമ്മളിത് എന്താ പറയുക, ഗ്രാജുവലി ആണ് നമുക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം അവർ പുതിയൊരു ലോകം, പുതിയൊരു കാര്യങ്ങളിലൊക്കെ ആയിട്ട് അറിഞ്ഞ് ഉൾക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അതിനുള്ളൊരു സമയം നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ എഴുതാനുള്ള മടി എന്ന് പറയുമ്പോൾ നമ്മളെ ചെറിയ കുട്ടി എന്ത് ചെയ്യും, ഒരു പെന്നോ പേപ്പറോ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് ഫസ്റ്റ് അവർ നമ്മളുടെ ചുമരുകളിലേക്കാണ് വരച്ചു തുടങ്ങുന്നുണ്ടാവും. അല്ലെങ്കിൽ ചുമരുകളിലേക്ക് വരച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരെ ചീത്ത പറയാൻ തുടങ്ങും. അവരുടെ പെന്നും പെൻസിലും ഒക്കെ വാങ്ങിച്ച് എവിടെയെങ്കിലും കൊണ്ടിടാൻ തുടങ്ങും. അവർക്ക് വീണ്ടും നമ്മൾ ടോയ്സ് ഒക്കെ കൊടുത്ത് അവർ ആ മൈൻഡിൽ നിന്ന് മാറ്റിയെടുക്കുകയും ചെയ്യും. അവിടെ തുടങ്ങുകയാണ് കുട്ടിയുടെ എഴുതാനുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവർ വരച്ചു തുടങ്ങും. അതിലാണ് അവർ വരയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പേപ്പറിലോട്ടേക്ക് നമ്മൾ പതിയെ അവരെ മുഷിപ്പിക്കാത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഈ ഒരു പേപ്പറിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യാൻ തുടങ്ങുന്നത് കുത്തി വരക്കാന്ന് പറയുന്നില്ല, കുത്തി വരക്കുന്ന പരിപാടിയെ ചെയ്യാം. അത് സ്റ്റാർട്ടിങ് ആണ്, അത് നല്ലൊരു കാര്യമാണ്, അത് തെറ്റൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുത്തി വരക്കാണെന്ന് പറഞ്ഞ് പേപ്പറൊന്നും കൊടുക്കാതിരിക്കും, അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുത്തി വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അവരെ കൈപിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കും. ചെയ്യരുത്. അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതോടുകൂടി കുട്ടി ആ പെണ്ണ് ഇട്ട് പോകും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുട്ടി വരക്കാനുള്ള അനുവദിച്ചു കൊടുക്കും. ഒരു പേപ്പറിൽ വരച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ പേപ്പർ വരച്ച് അവിടെ ഫൈൻ മോഡ് സ്കിൽസ് ഒക്കെ, മസിൽസിന്റെ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരട്ടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ഇത് ചെയ്ത് ഗ്രിപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ച് 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 വരുന്ന സമയത്ത് അവർക്ക് പെന്ന് പിടിക്കാനുള്ള ഒരു ഗ്രിപ്പിംഗ് കിട്ടും. അവരുടെ മസിൽസ് കോർഡിനേഷൻസ് പ്രോപ്പർ ആവും. പിന്നെ പിന്നെ പതിയെ നമ്മൾ അവരിയ്ക്കുന്ന സ്റ്റൈല്, കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ വരക്കാന്ന് പറയുന്നതിൽ നിന്ന് അക്ഷരങ്ങളിലേക്ക്, അതിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആ അക്ഷരങ്ങളിലേക്കൊക്കെ പതിയെ നമ്മൾ കൊണ്ടുവരണം, അല്ലേ? അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ നമ്മൾ അനുവദിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ, കുടുക്കുണ്ടല്ലോ, അത് ഇടുന്ന പ്രക്രിയയൊക്കെ കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അതിന്റെ സ്ക്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്ത് വരുക എന്നുള്ളതാണ്.